ഉരുൾപൊട്ടലിനെ തുടർന്ന് കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ് വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. നിലമ്പൂർ വനമേഖലയിൽ ആണ് ഇന്ന് അതേസമയം പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്. പരപ്പൻപാറ, മീൻപുട്ടി ഭാഗങ്ങളിൽ കൂടുതൽ സംഘങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രധാനമായും നിലമ്പൂർ വനമേഖലയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മീൻമുട്ടി, പരപ്പൻപാറ ഭാഗങ്ങളിലുമാണ് തിരച്ചിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ഈ ഭാഗങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ തെരച്ചിൽ സംഘത്തിന്റെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അവിടെയാണ് തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള പോലുള്ള ഒരു ഊർജിതമായ തെരച്ചിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഈ ചൂരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും കാര്യമായ തെരച്ചിൽ നടക്കുന്നില്ല. പക്ഷേ എങ്കിലും JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 128 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒപ്പം തന്നെ പക്ഷേ അതിൽ കൂടുതൽ ഔദ്യോഗിക കണക്കനുസരിച്ച് മാത്രമാണ് ഇത് 128 പേർ. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ കാണാതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകളും ഒപ്പം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഈ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള കണക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ 30-ാം തീയതി ഉണ്ടായ ശക്തമായ ആ ഉരുൾപൊട്ടലിൽ നമുക്കറിയാം വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്കുള്ള പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം ഇവരെ ആ ടൗൺഷിപ്പ് അവിടെ തന്നെ ടൗൺഷിപ്പ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ തന്നെ റിഹാബിലിറ്റേറ്റ് ചെയ്യണോ, പുനരധിവസിപ്പിക്കണോ, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റണോ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളാണ്. പ്രധാനമായും അതിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ഇവരെ, അതായത് ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ യോഗ്യമായ ഒരു സ്ഥലമല്ല എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിലുണ്ട്. കാരണം സെസ്സിന്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതുതന്നെയാണ്. 2010 ഉൾപ്പെടെ സെസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇത് ജനവാസ മേഖലയല്ല, ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശം എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുകയും അവിടെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും സർക്കാർ അത്തരത്തിലുള്ള ചർച്ചകളാണ് പോവുക. ഒപ്പം തന്നെ കേന്ദ്ര സംഘം വരും ദിവസങ്ങളിൽ കേന്ദ്ര സംഘം എത്തും എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായൊരു കണക്ക് കേന്ദ്രത്തിന് കൈമാറാൻ കഴിഞ്ഞാൽ കേന്ദ്രം ഒരു സമഗ്ര പാക്കേജ് ഇതിൽ ഉൾപ്പെടുത്തി ഒരു സഹായം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കും ഉൾപ്പെടെ ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 1250 കോടിയോളം രൂപയുടെ 1250 കോടി രൂപയുടെ നാശനഷ്ടം എന്നുള്ള കണക്കാണ്. ഇത് ഏകദേശ കണക്കാണ്. ഇപ്പോഴും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ മറ്റുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. കാരണം ഒരു വീടുകളിൽ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വീടുകളിൽ എത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ നഷ്ടപ്പെട്ട മറ്റു സാധനം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. വീടും സ്ഥലവും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ, കുടുംബത്തോടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് എത്ര നഷ്ടമുണ്ടായി എന്ന് കണക്കാക്കാനൊന്നും കഴിയില്ല. കാരണം അവർക്ക് അവരുടെ മറ്റാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം അവർക്ക് കൃത്യമായി അത് എടുക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തതിന്റെ കണക്ക് കാര്യമായി എടുക്കുന്നില്ല. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെ എന്തുണ്ടായിരുന്നു, എത്ര വാഹനം ഉണ്ടായിരുന്നു, എത്ര ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ കണക്ക് എന്തായാലും എടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു കണക്ക് എന്തായാലും. ഒപ്പം തന്നെ ഇതിൽ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉരുൾപൊട്ടലിന്റെ കാരണമാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാർ എന്തായാലും ഒരു സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഉരുൾപൊട്ടലിന്റെ ഒരു ശാസ്ത്രീയമായ പഠനം ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ചാണെങ്കിൽ ഒരാഴ്ച പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു എന്നുള്ളതാണ് ഉരുൾപൊട്ടലിന് കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. പ്രധാനമായും നമ്മുടെ ഭൗമശാസ്ത്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെ. ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ണിനെ ഈ ഒരു സോയിൽ ക്രീപ്പിംഗ് അല്ലെങ്കിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിന് കാരണമാവുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ മണ്ണിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പരിശോധന എന്തായാലും നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ അടുത്ത ഘട്ടം. ഇപ്പോൾ ഈ ആളുകളെ, അതായത് ഇവിടെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ളതും നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത്. മറ്റുള്ള ശാസ്ത്രീയ പരിശോധന അതിന്റെ മുറയ്ക്ക് തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും. കാരണം 128 ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നമുക്കറിയാം നിരവധി ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെ, DNA കൂടെ പോലും തിരിച്ചറിയാൻ കഴിയാതെ ശരീരാവശിഷ്ടങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ തിരിച്ചറിഞ്ഞവരെയും സംസ്കരിച്ചിട്ടുണ്ട്. ഈ 128 ആളുകളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ചാലിയാറിന്റെ തീരം, ചാലിയാർ പുഴയുടെ തീരത്തും അതുപോലെ തന്നെ നിലമ്പൂർ വനാന്തരം കൂടി ചേർന്നുള്ള പ്രദേശത്തും പരപ്പൻപാറയിലും അതുപോലെ തന്നെ മീൻമുട്ടി ഭാഗങ്ങളിലും കൂടുതൽ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയ സ്ഥലം കൂടിയാണത്.